മുഴുവൻ ഉറ്റുനോക്കുന്ന ആഗോള രാഷ്ട്രീയ കളത്തിൽ ഇന്ത്യയുടെ പേര് ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര ചർച്ചകളിൽ നിറയുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ മണ്ണിൽ നിന്ന് ഇന്ത്യയും ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും വാഴ്ത്തിപ്പാടിയപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കിയ ഭൂകമ്പം ചില്ലറയല്ല. സ്വന്തം രാജ്യത്ത് കർശനമായ വോട്ടർ ID നിയമങ്ങൾ നടപ്പിലാക്കാൻ ഇന്ത്യയെ മാതൃകയാക്കി ട്രംപ് ചൂണ്ടിക്കാണിച്ചപ്പോൾ വിറളി പൂണ്ട് അക്ഷരാർത്ഥത്തിൽ എന്ത് പറയണമെന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് നമ്മുടെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ്. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി നിന്ന് സ്വന്തം രാജ്യത്തെയും തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും താഴ്ത്തിക്കെട്ടാൻ മത്സരിച്ച രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും അമേരിക്കൻ പ്രസിഡന്റിൽ നിന്നുള്ള ഈ അപ്രതീക്ഷിത സൂപ്പർ സർട്ടിഫിക്കറ്റ് ഏറ്റവും അധികം തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സ്വന്തം നാട്ടിൽ ഇലക്ഷൻ പ്രക്രിയകളെയും കമ്മീഷനെയും നിരന്തരം സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ പൊക്കിക്കാണിച്ച ആ നിമിഷം വിഴുങ്ങാനും വയ്യ തുപ്പാനും വയ്യ എന്ന അവസ്ഥയാണ് സമ്മാനിച്ചത്. ഇന്ത്യയുടെ ജനാധിപത്യ കരുത്തിനെ ആഗോളതലത്തിൽ വാനോളം പുകഴ്ത്തിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ ആ പ്രസ്താവന കോൺഗ്രസിന്റെ ഉറക്കം കെടുത്തിയത് എങ്ങനെയെന്നും അതിന് മറുപടിയായി കോൺഗ്രസ് നേതാവ് പവൻ ഖേര നടത്തിയ ആ പരിഹാസത്തിന്റെ പിന്നിലെ പൊള്ളത്തരം എന്താണെന്നും നമ്മൾ ഇന്ന് ഒപ്പിയെടുക്കുകയാണ്. രാഷ്ട്രീയ പോർക്കളത്തിലെ ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായ ആ വിവരങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ പ്രശംസിച്ച ട്രംപ് സ്വന്തം രാജ്യത്തിന് മാതൃകയായി ഇന്ത്യയെ ഉയർത്തിക്കാണിച്ചിരുന്നു. അതാണ് പവൻ ഖേരയെ ചൊടിപ്പിച്ചത്. പ്രിയപ്പെട്ട ഡൊണാൾഡ് ട്രംപ്, ജ്ഞാനേഷ് കുമാറിനെ നിങ്ങളോടൊപ്പം അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ സൂക്ഷിക്കൂ. അടുത്ത വിമാനത്തിൽ തന്നെ ഞങ്ങളുടെ EVMകൾ അമേരിക്കയിലേക്ക് അയക്കും. നിങ്ങൾ ഞങ്ങളോട് എങ്ങനെ പെരുമാറി എന്നതിന് പകരമായി ഞങ്ങൾക്ക് നിങ്ങൾക്കായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ കാര്യം ഇതാണ് എന്നാണ് പവൻ ഖേര കുറിച്ചത്. വിദേശ സന്ദർശനത്തിനിടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമേറ്റ തിരിച്ചടിയായിരുന്നു ട്രംപിന്റെ ഈ ഒരു പ്രസ്താവന. 2024 ഇന്ത്യയിലെ പൊതു തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള സ്ഥിതി വിവര കണക്കുകളും ട്രംപ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഇന്ത്യയിലെ സമീപകാല തിരഞ്ഞെടുപ്പിൽ ഏകദേശം 650 ദശലക്ഷം വോട്ടർമാർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചുവെന്നും അവരിൽ 1% താഴെ പേർ മാത്രമാണ് പോസ്റ്റൽ അല്ലെങ്കിൽ മെയിൽ ഇൻ വോട്ടിംഗ് തിരഞ്ഞെടുത്തത്. വോട്ട് ചെയ്യാൻ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് കൈവശം വെക്കേണ്ടത് നിർബന്ധമായിരുന്നുവെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ സേവ് അമേരിക്ക ആക്ട് ഉടൻ പാസ്സാക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. US വോട്ട് ചെയ്യുന്നതിന് പൗരത്വത്തിന്റെ വ്യക്തമായ തെളിവ് നിർബന്ധമാക്കുക, ഓരോ വോട്ടർക്കും ഫോട്ടോ ID നിർബന്ധമാക്കുക, മെയിൽ ഇൻ വോട്ടിംഗുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് തടയുക എന്നിവയാണ് ഈ നിയമനിർമ്മാണത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോറും ട്രംപിന്റെ പ്രസ്താവനയെ അംഗീകരിച്ചു. എന്നാൽ ഇതിന് പിന്നിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ MPയുമായ പവൻ ഖേര സോഷ്യൽ മീഡിയയിൽ ട്രംപിനെതിരെ പരിഹാസവുമായിട്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത്. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. ഒന്ന് നോക്കൂ, ഇന്ത്യ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ കോൺഗ്രസ് പറയും, കണ്ടോ ഇന്ത്യ തകർന്നു, ജനാധിപത്യം അപകടത്തിൽ, തിരഞ്ഞെടുപ്പ് സംവിധാനം തകർന്നു, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്നാൽ ഇന്ത്യയെ ആരെങ്കിലും പുകഴ്ത്തിയാലോ അപ്പോഴാണ് കോൺഗ്രസിന് വേറെ ഒരു മുഖം പുറത്തു വരുന്നത്. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് രീതിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുകഴ്ത്തി പറഞ്ഞപ്പോൾ കോൺഗ്രസുകാർക്ക് എന്താണ് സംഭവിച്ചത്? പുകഴ്ത്തിയത് ഇന്ത്യയെ, കേട്ടത് കോൺഗ്രസ്, പക്ഷെ പൊള്ളിയത് ആരുടെ വായാണ്? കോൺഗ്രസിൻ്റെത്. ഇതെന്താ? ഇന്ത്യയെ മോശമായി പറഞ്ഞാൽ സന്തോഷം, ഇന്ത്യയെ നല്ലതായി പറഞ്ഞാൽ ദേഷ്യം, ഇന്ത്യയെ താഴ്ത്തി പറഞ്ഞാൽ കൈയടിക്കും, ഇന്ത്യയെ ഉയർത്തി പറഞ്ഞാൽ ഉടനെ പരിഹാസവുമായി ഇറങ്ങും. ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഡൊണാൾഡ് ട്രംപ് എന്താണ് പറഞ്ഞത്? അമേരിക്കയിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെടുത്തി കൂടുതൽ കർശനമായ തിരിച്ചറിയൽ സംവിധാനം വേണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യയെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യയിൽ വോട്ടർമാരെ തിരിച്ചറിയുന്നതിനുള്ള ചിത്രമുള്ള തിരിച്ചറിയൽ രേഖയുടെ ഉപയോഗം, തപാൽ വഴി വോട്ട് ചെയ്യുന്നതിന്റെ കുറഞ്ഞ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളാണ് ട്രംപ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ ചില കാര്യങ്ങൾ അമേരിക്കയ്ക്കും മാതൃകയാക്കാം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. ഇത് കേൾക്കുന്ന ഒരു സാധാരണ ഇന്ത്യക്കാരൻ എന്തു ചെയ്യും? അല്ലേ, നമ്മുടെ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് നല്ലത് പറഞ്ഞല്ലോ എന്ന് അഭിമാനിക്കും. പക്ഷെ കോൺഗ്രസുകാർ എന്ത് ചെയ്തു? അയ്യോ, അത് കേട്ടതോടെ മുഖം മാറി. പവൻ ഖേര രംഗത്തെത്തി ട്രംപിനോട് പരിഹാസം, ജ്ഞാനേഷ് കുമാറിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകൂ, ഞങ്ങളുടെ ഇലക്ട്രോണിക് വോട്ട് യന്ത്രങ്ങളും അടുത്ത വിമാനത്തിൽ അയച്ചു തരാം.
എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ട്രംപ് ഇന്ത്യയെ പുകഴ്ത്തിയതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര വിഷമം? ഇന്ത്യയെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിരുന്നെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞേനെ, കണ്ടോ ലോകം പോലും ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പിനെ സംശയിക്കുന്നു. പക്ഷേ ഇപ്പോൾ ലോകത്തിലെ വലിയൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് രീതിയിലെ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ അയ്യോ ഇതെങ്ങനെ സഹിക്കുമെന്ന അവസ്ഥ. ഇവിടെയാണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ കാണേണ്ടത്. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് മത്സരിക്കും, വോട്ട് ചോദിക്കും, ജനങ്ങളോട് വോട്ട് ചെയ്യാൻ പറയും. തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ജയിച്ചാൽ പറയും ജനാധിപത്യത്തിന്റെ വിജയം. പക്ഷെ തോറ്റാൽ അപ്പോഴാണ് കഥ മാറുന്നത്. വോട്ട് യന്ത്രം ശരിയാണോ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ചെയ്യുന്നത്? വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട്, തിരഞ്ഞെടുപ്പ് സുതാര്യമല്ല എന്നിങ്ങനെ ചോദ്യങ്ങൾ ഉയരും. ഇനി ആരെങ്കിലും വന്ന് അല്ല ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ചില നല്ല കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ പോലും കോൺഗ്രസിന് കഴിയില്ല. ഇനി ഒരു ചോദ്യം കൂടെ, ട്രംപ് ജ്ഞാനേഷ് കുമാറിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ പരിഹസിച്ചു. വോട്ട് യന്ത്രങ്ങളും അമേരിക്കയിലേക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. ശരി, പക്ഷേ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം മോശമാണെന്ന് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമാണെങ്കിൽ അതിന്റെ തെളിവ് മുഴുവനായ രാജ്യത്തിന് മുന്നിൽ വയ്ക്കൂ. അത് ചെയ്യാതെ ആരെങ്കിലും ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ പുകഴ്ത്തുമ്പോഴൊക്കെ പരിഹസിച്ചാൽ ജനങ്ങൾ എന്ത് മനസ്സിലാക്കും? ഇവരുടെ രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ ജനാധിപത്യം, തോറ്റാൽ ക്രമക്കേട് എന്നല്ലേ? ജനാധിപത്യം എന്ന വാക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിച്ചാൽ പോരാ. ജനാധിപത്യ സ്ഥാപനങ്ങളെ വിമർശിക്കാം, പക്ഷേ അതേ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ വലിയൊരു തിരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തുമ്പോൾ അതിനെ അംഗീകരിക്കാനും പഠിക്കണം. ഇന്ത്യയിൽ കോടിക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ട്. വലിയൊരു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ചെറിയ കാര്യമല്ല. അതിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കണം. പക്ഷേ പ്രശ്നങ്ങളില്ലാത്ത ഒരു സംവിധാനമുണ്ടെന്ന് ആരും പറയുന്നില്ലല്ലോ. വിമർശനം വേണം, പക്ഷേ രാജ്യത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പരിഹാസം എന്തിനാണ്? ഇനി രാഹുൽ ഗാന്ധിയോട് ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ നിരന്തരം പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യം അപകടത്തിലാണെന്നാണ്. തിരഞ്ഞെടുപ്പ് സംവിധാനം ശരിയല്ലെന്ന് പറയുന്നുണ്ട്, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ ഇന്ത്യയെക്കുറിച്ച് ഒരു അമേരിക്കൻ പ്രസിഡന്റ് നല്ലത് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് ലോകത്തിലെ മറ്റൊരു വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ് നല്ല അഭിപ്രായം പറഞ്ഞല്ലോ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ലേ? അതോ ഇന്ത്യയെക്കുറിച്ച് നല്ലത് പറയാനുള്ള അവകാശം കോൺഗ്രസിന് മാത്രമാണോ? അതെന്തായാലും നിങ്ങൾ പറയാൻ പോകുന്നില്ല. ഇന്ത്യയെ വിമർശിക്കാനുള്ള അവകാശം കോൺഗ്രസിന് മാത്രമാണോ? ഇന്ത്യയെ പുകഴ്ത്തിയാൽ ഉടനെ എതിർക്കണമെന്നാണോ നിങ്ങളുടെ നിയമം? കാരണം ഒരു വശത്ത് കോൺഗ്രസ് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം ശരിയല്ല എന്ന് പറയുന്നു, മറുവശത്ത് ട്രംപ് ഇന്ത്യയിലെ ചില തിരഞ്ഞെടുപ്പ് രീതികൾ അമേരിക്കയ്ക്ക് മാതൃകയാക്കാമെന്ന് പറയുന്നു. ഇതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. ഇത്രയും കാലം ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് സംശയം വിതച്ചുകൊണ്ടിരുന്നവർക്ക് പെട്ടെന്ന് അമേരിക്കയിൽ നിന്ന് പ്രശംസ വന്നപ്പോൾ ആ പ്രശംസ സ്വീകരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇതെന്തൊരു രാഷ്ട്രീയം? പവൻ ഖേരയുടെ പരിഹാസം കേട്ടപ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർമ്മ വന്നു. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വിശ്വാസമില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാമല്ലോ, വോട്ട് ചെയ്യാതിരിക്കാമല്ലോ. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ജയിച്ചാൽ സത്യസന്ധമായ തിരഞ്ഞെടുപ്പ്, തോറ്റാൽ സംശയമുള്ള തിരഞ്ഞെടുപ്പ്. ഇതെങ്ങനെ നടക്കും? ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. അവർക്ക് ബുദ്ധിയില്ലെന്ന് ആരും കരുതേണ്ട. ആരാണ് എന്താണ് പറയുന്നതെന്ന് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം മെച്ചപ്പെടുത്തണമെങ്കിൽ ചർച്ച ചെയ്യാം, നിയമങ്ങൾ മാറ്റണമെങ്കിൽ പറയാം, തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് രീതിയെ ഏറ്റവും വലിയൊരു രാജ്യമായ അമേരിക്ക പുകഴ്ത്തി പറഞ്ഞപ്പോൾ കോൺഗ്രസിനത് സഹിക്കുന്നില്ല. കാരണം ഇവിടുത്തെ തിരഞ്ഞെടുപ്പിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി കുറേ ജാഥയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്നതല്ലേ കോൺഗ്രസ്. അപ്പോൾ പിന്നെ അവർക്ക് കുരുപൊട്ടൂലേ? എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.